എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ ഒരു സ്ട്രെയിറ്റ് പാന്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക് കോട്ടൺ സിൽക്ക് ആണ്. അതുകൊണ്ട് തന്നെ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ബാക്കിൽ അലാസ്റ്റിക് വരുന്ന മോഡലിലാണ് ചെയ്യുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് സൈഡിൽ പോക്കറ്റ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പോക്കറ്റ് കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും 2.5 മീറ്റർ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ സിൽക്കിന്റെ ക്ലോത്ത് നിങ്ങൾക്ക് അറിയാം വിഡ്ത്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 2.5 മീറ്റർ എടുത്തത്. വിഡ്ത്തുള്ള ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മീറ്റർ എടുത്താൽ മതിയാവും കേട്ടോ. ലൈനിങ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, രണ്ടാക്കിയിട്ടാണ്, നാലാക്കിയിട്ടല്ല. കാരണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രണ്ടാക്കി മടക്കിയിട്ടത് കേട്ടോ. താഴ്ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴേന്ന് മുകളിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ചിന്റെ സ്ലിറ്റ് ആണ് താഴെ കൊടുക്കുന്നത്. 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് അത് 3 ഇഞ്ചിന്റെ സ്ലിറ്റ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ലൈനിൽ നിന്ന് മുകളിലേക്ക് വേണം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ 37 ഇഞ്ച് ലെങ്ത് ആണ് എടുക്കുന്നത്. എന്റെ പാന്റിന് വേണ്ടിയിട്ട് ഒരു ആംഗിൾ ലെങ്ത് എന്നുള്ള രീതിക്ക് ഒരു 37 ഇഞ്ച് ലെങ്ത് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത് വേണം ഈ 2.5 ഇഞ്ച് ലൈൻ കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 37 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നമ്മൾ ബാൻഡ് ആണ് കൊടുക്കണേന്ന് പറഞ്ഞു. ബാക്കിലാണ് എലാസ്റ്റിക് കൊടുക്കുന്നത്. അപ്പൊ ആ ബാൻഡ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് മാത്രമേ സീം അലവൻസ് ആയിട്ട് അവിടെ കൊടുക്കുന്നുള്ളൂ. അതായത് വേസ്റ്റ് ബാൻഡിന് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുക. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ വേണ്ട അളവുകളൊക്കെ മാർക്ക് ചെയ്യാം. വേസ്റ്റ് റൗണ്ട് ആയിട്ട് 33 ഇഞ്ചാണ് കിട്ടുന്നത്. സീറ്റ് റൗണ്ട് ആയിട്ട് 38 ഇഞ്ചാണ്. പാന്റിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 37 ഇഞ്ചാണ്. ഈ സീറ്റ് ലെങ്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇനി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് കേട്ടോ. വേസ്റ്റ് റൗണ്ട് 33 എന്നുള്ളതിനെ ഞാൻ റൗണ്ട് ചെയ്തിട്ട് 34 ആക്കുന്നുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ലൂസ് ഉള്ളതും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണ്. പാന്റിന്റെ വിഡ്ത്ത് ആദ്യം എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. നമുക്ക് 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 8.5 ഇഞ്ചിന്റെ കൂടെ നമ്മൾ ഒരു 2 ഇഞ്ചാണ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 10.5 ഇഞ്ചാണ് കിട്ടിയത്. ഇത് എന്റെ വേസ്റ്റ് റൗണ്ടിന് ഡിവൈഡഡ് ബൈ 4 വെച്ച് ചെയ്തിട്ട് അതിന്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ടുള്ള അളവാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അളവ് നമ്മൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം അതേപോലെ തന്നെ കുറച്ച് താഴേക്കും ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട അളവ് എന്ന് പറയുന്നത് ക്രോച്ച് ലെങ്ത് ആണ്. ഇപ്പൊ ക്രോച്ച് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് റൗണ്ട് വെച്ച് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട് വെച്ച് കണ്ടുപിടിക്കാം. ഞാനിവിടെ വേസ്റ്റ് റൗണ്ട് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. നമ്മുടെ ഇവിടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ 34 ആണ് എടുത്തിരിക്കുന്നത്. ആ 34നെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് 11.33 ആണ് കിട്ടുന്നത്. അതിനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 11.5 ആക്കിയിട്ട് എടുക്കാം. സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ സീറ്റ് റൗണ്ട് വെച്ച് കണ്ടുപിടിച്ചാലും സെയിം ഇതേ അളവ് തന്നെ നിങ്ങൾക്ക് കിട്ടും. സീറ്റ് റൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീറ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അതിലേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ള അളവുമായിട്ട് സിമിലർ ആയിട്ടുള്ള അളവ് തന്നെയാണ് കിട്ടുക കേട്ടോ. അപ്പൊ രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പൊ ആ അളവ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ വരച്ചിട്ടുള്ള ലൈനിൽ വേണം താഴോട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ഒരു എൽ ഷേപ്പ് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഈ ക്രോച്ച് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ 2 ഇഞ്ചിലേക്ക് നമ്മൾ ഒരു ആം ഹോൾ ഒക്കെ വരയ്ക്കില്ല, അതുപോലെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. നിങ്ങൾ ഫ്രഞ്ച് കർവ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. ജസ്റ്റ് ആം ഹോൾ ഒക്കെ വരയ്ക്കുന്നത് പോലെ ഒന്ന് വരച്ചെടുക്കാം. അതായത് ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്രോച്ച് വരെയുള്ള ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ കറക്റ്റ് സെന്റർ എടുക്കുക. അതായത് ആ ക്രോച്ച് വരെയുള്ള വിഡ്ത്തിന്റെ സെന്റർ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. എന്നിട്ട് അതേ സെന്റർ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടം ഭാഗത്ത്, അതായത് ലെങ്ത്തിന്റെ ബോട്ടം ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് 2 സൈഡിലേക്കും എത്രയാണോ പാന്റിന്റെ ബോട്ടം റൗണ്ട് വേണ്ടത് അതിന്റെ പകുതി, പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ഒന്നും കൂടി നമ്മൾ പകുതിയായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആദ്യമേ കുറച്ചധികം മാർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചധികം മാർക്ക് ചെയ്യാം. എന്നിട്ട് ലൂസിനനുസരിച്ചിട്ട് ബാക്കി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എത്രയെങ്കിലും അധികം മാർക്ക് ചെയ്യരുത്. അപ്പൊ നമ്മുടെ ആ ഒരു പാന്റിന്റെ ഷേപ്പിലൊക്കെ വേരിയേഷൻസ് വരും കേട്ടോ.
ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കർവ് ചെയ്ത് വരയ്ക്കാം. അതായത് നല്ലൊരു ഷേപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലിന് വലിയ വണ്ണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കർവ് ചെയ്ത് വരയ്ക്കാം. അതല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ ചെയ്യുന്ന പോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി ഓപ്പോസിറ്റ്, അതായത് ക്രോച്ചിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സെയിം ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്രോച്ച് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കർവ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഷേപ്പ് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. വരച്ച പ്രകാരം കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള പീസാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വേണം ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. മുകൾ ഭാഗം ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 3.5 ഇഞ്ച് എങ്ങനെ കിട്ടി എന്നുള്ളത് പറയാം. 1.5 ഇഞ്ചിന്റെ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് 1.5 ഇഞ്ച് ആ എലാസ്റ്റിക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തിക്നെസ് വേണം. അതോടൊപ്പം തന്നെ 1.5 ഇഞ്ച് നമുക്കിങ്ങനെ ക്ലോത്ത് ഫോൾഡ് ചെയ്യാൻ വേണം. അപ്പോൾ 1.5 to 1.5 എന്ന് പറയുമ്പോൾ 3 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 3.5 ഇഞ്ച് ഞാൻ ഇതേപോലെ അടയാളപ്പെടുത്തിയത്. അതായത് മുകളിൽ നിന്ന് നേരെ താഴേക്ക് 3.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചത്. ഈ 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആണല്ലോ, അപ്പൊ ആ 1/2 ഇഞ്ച് മുകളിലേക്ക് ഞാൻ ഇതേപോലെ ഒരു ലൈൻ കൂടി വരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ 1/2 ഇഞ്ച് മുകളിലുള്ള ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇട്ട് കൊടുക്കുക. സൈഡൊക്കെ സെയിം ഒരേപോലെ തന്നെയാണ്, അവിടെ ഒന്നും വേരിയേഷൻ ഇല്ല. വേരിയേഷൻ വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോച്ചിന്റെ ഭാഗത്ത് മാത്രമാണ്. ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് പാൻറ് കിട്ടും കേട്ടോ. ബാക്കിലെ പീസിന്റെ മുകളിലായിട്ട് ഫ്രണ്ടിലെ പീസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലെ പീസിന്റെ ആ ക്രോച്ച് ഏരിയ മുകളിലേക്ക് ഇതേപോലെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന്, അതായത് ഇപ്പം വരച്ചിട്ടുള്ള ലൈനിന് പുറത്തേക്ക് ഒരു 2.5 ഇഞ്ചാണ് ഞാൻ ബാക്കിലെ ക്രോച്ചിന് മാർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ബാക്കിലെ ക്രോച്ചിന് വേണ്ടി ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സെയിം പ്രോസസ്സ് തന്നെ ഇതേപോലെ ഒന്ന് ക്രോച്ച് അവിടെ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സൈഡിലൊന്നും വേരിയേഷൻ ഇല്ല, ഈ ക്രോച്ചിന്റെ ഭാഗത്ത് മാത്രമാണ് വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യണം, സൈഡിലേക്കുള്ള ഷേപ്പ് മാർക്ക് ചെയ്യണം. അപ്പൊ ഷേപ്പ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും തമ്മിൽ ഒരു 2 ഇഞ്ച് വ്യത്യാസം, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിലാണ് ഞാൻ ആ ഷേപ്പ് ഇതേപോലെ വരച്ചിരിക്കുന്നത് കേട്ടോ. ആകെ മൊത്തം നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും തമ്മിൽ 2 ഇഞ്ചോളം വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ ആ ക്രോച്ചിന്റെ ഭാഗത്ത് മാത്രം നമ്മൾ ഒരു 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചത് പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യണം. അവിടെ നമ്മൾ ബാക്കിൽ 1.5 ഇഞ്ചിന്റെ എലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ 1.5 ഇഞ്ചിന്റെ ക്യാൻവാസ് പേപ്പർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ, 1.5 to 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഇഞ്ച് വേണം. നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 4 ഇഞ്ച് ലെങ്ത്തിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഫ്രണ്ടിലെ പീസ് അതിന് താഴെ ലൈനിങ് വെച്ചിട്ട് ഞാൻ സൈഡൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൊത്തം നമുക്ക് 4 പീസാണ് ഉണ്ടാവുക. ഫ്രണ്ടിലേക്ക് 2 പീസും ബാക്കിലേക്ക് 2 പീസും. അപ്പോൾ ഫ്രണ്ടിലേക്കുള്ള 2 പീസും ഇതേപോലെ മടക്കിയിട്ട് അതിന്റെ കറക്റ്റ് സെന്റർ ഇതേപോലെ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ താഴേക്ക് ഒരു 4 ഇഞ്ചാണ് ഡാട്ടിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഡാട്ട് പിടിക്കുന്നത് ഒരു 1/2 ഇഞ്ചിലുള്ള ഡാട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ 4 ഇഞ്ച് നമ്മൾ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് അടുത്ത ഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ സൂചി കുത്തി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ എവിടെയാണ് ആ പോയിന്റ് എന്ന് അറിയാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അവിടെ ചോക്ക് വെച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 1/2 ഇഞ്ചിന്റെ ഡാട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ഡാട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം. എൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ത്രെഡ് അധികം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സെയിം ഇതേപോലെ തന്നെ 2 സൈഡിലും ഡാട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ 2 പീസുകൾ തമ്മിൽ ഇതേപോലെ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് ആ ക്രോച്ച് ഏരിയ ഒന്ന് ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രോച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിലുള്ള പീസിന്റെ വിഡ്ത്ത് എത്രയാണെന്നൊന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് ആ വിഡ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ പാൻറ്റിനൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള നല്ല കട്ടിയുള്ള ക്യാൻവാസ് പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ അത് എടുക്കാം. ഇനി അതല്ലെങ്കിൽ നോർമൽ ക്യാൻവാസ് പേപ്പറിന് ഒരു 1.5 ഇഞ്ച് തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ നോർമൽ ക്യാൻവാസ് പേപ്പറിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വേസ്റ്റ് ബാൻഡ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ 4 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഈ 1.5 ഇഞ്ചിലുള്ള ക്യാൻവാസ് പേപ്പർ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് ഈ ഒരു വേസ്റ്റ് ബാൻഡിന്റെ പീസ് വെച്ചിട്ട്
നമ്മൾ വിട്ടിട്ടുള്ള 1/2 ഇഞ്ച് സീം അലവൻസിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മറിച്ചെടുത്തിട്ട് 1/2 ഇഞ്ച് ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് അടിഭാഗത്ത് വരത്തക്ക രീതിയിൽ, അതായത് ഈ ഒരു സീം അലവൻസ് ഇതിന്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ബാക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാണ്ട് ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്തുകൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ അപ്പോഴേ നമ്മുടെ സ്റ്റിച്ച് നീറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ബാക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് കാണാൻ നീറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ നമ്മൾ ഓൾറെഡി സ്ലിറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ചിന്റെ സ്ലിറ്റ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആ 2 ഇഞ്ചിനെ നമുക്ക് മടക്കി അടിക്കാനും വേണം. അപ്പൊ 2 to 2 4 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ഒരു 4.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി താഴെ മുകളിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എത്രയാണോ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന ലെങ്ത് അതന്നെ എക്സ്ട്രാ ഒന്നും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഒരു ഗ്യാപ്പ് ഇതേപോലെ വിട്ടിട്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ താഴെ സ്ലിറ്റ് കൊടുക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ സ്ലിറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ട് താഴേന്ന് മുകളിലേക്ക് ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അതായത് ഈ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ സ്ലിറ്റ് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ 2 ഇഞ്ചിന്റെ സ്ലിറ്റ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ടും എടുത്തിട്ടുണ്ട്. ഈ 2 ഇഞ്ചിൽ മടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്ച്ച് തുടങ്ങിയ ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് വേണം മടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിക്ക് തന്നെ വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ 1/2 ഇഞ്ചിൽ മടക്കി കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെ വെച്ചാൽ നമുക്ക് നിവർത്തിയെടുക്കുമ്പോൾ, അതായത് ഇപ്പൊ ചീത്ത ഭാഗത്താണ് ഇരിക്കുന്നത്, അതിനെ നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ട് കിട്ടത്തുള്ളൂ. ഈ ഒരു രീതിയിൽ തന്നെ മടക്കുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ലോക്ക് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനെ മറിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. എന്നിട്ട് ആ 1/2 ഇഞ്ച് ഓൾറെഡി അതിൻ്റെ ഉള്ളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പതിച്ചും കൂടി ആ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ചെയ്തെടുക്കുക. ബാക്ക് സൈഡിലുള്ള ക്രോച്ച് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ബാക്കിലുള്ള ക്രോച്ച് ഫിനിഷ് ചെയ്യാം. ബാക്കിൽ 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. ഒരു പീസിന് നല്ല വശത്തിന് മുകളിൽ അടുത്ത പീസിന് നല്ല വശം വെക്കുക. നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ആ ക്രോച്ചിന്റെ ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്രോച്ച് ലെങ്ത് വരുന്ന ഭാഗം നമ്മുടെ ആ ഒരു ഷേപ്പ്, അതായത് പാന്റിന്റെ താഴ്ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ 2 പീസുകൾ, അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും ക്രോച്ചിന്റെ പീസുകൾ ഇതേപോലെ വെക്കുക. കറക്റ്റ് ആ ലൈന് ഒരേപോലെ വരത്തക്ക രീതിയിൽ വെക്കുക. വെക്കുന്ന സമയത്ത് സീം അലവൻസ് ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും ആക്കി വെക്കാം. എന്താ വെച്ചാൽ ഒരേപോലെ വെക്കുന്ന സമയത്ത് തിക്നെസ് കൂടും. അപ്പൊ നമുക്ക് തയ്ക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും ആയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെക്കാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയിട്ട് നമ്മൾ താഴേന്നെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. താഴേന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് താഴെ നമ്മൾ പാന്റ് ഇതേപോലെ മടക്കി ഇടുന്ന സമയത്ത് ആ സ്ലിറ്റുകൾ രണ്ടും ഒന്നിച്ച് വെക്കരുത് കേട്ടോ. ഇതേപോലെ ആ ക്ലോത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ക്ലോത്ത് ഒന്നിച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് സ്ലിറ്റിനനുസരിച്ചിട്ട് പിടിക്കരുത് കേട്ടോ. ഈ ഒരു സമയത്ത് വേണം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു ബോട്ടം വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ടം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഇരിക്കുന്നത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അതായത് താഴ്ഭാഗത്ത് വിഡ്ത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഈ ഒരു സമയത്ത് വരുത്തണമെങ്കിൽ വരുത്തുക. ഒരു കാരണവശാലും ക്രോച്ചിന്റെ ഭാഗത്ത് ഓവർ സീം അലവൻസ് കൊടുക്കരുത്. അവിടെ ഒരു 1/2 ഇഞ്ച് മാത്രം കൊടുക്കുക. കാരണം നമ്മൾ കണക്കാക്കിയിട്ട് ലെങ്ത് ഒക്കെ എടുത്തിരിക്കുന്നതാണ് ക്രോച്ച്. അപ്പൊ അവിടെ ഓവർ സീം അലവൻസ് വരുമ്പോൾ ക്രോച്ച് ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് താഴെ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തണമെങ്കിൽ വരുത്തിയിട്ട് ഈ ക്രോച്ച് എത്തുന്ന സമയത്തേക്ക് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നിർത്തിയിട്ട് പിന്നെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിന്റെ മുകളിൽ ഒരു ഡബിൾ സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. 1.5 ഇഞ്ചിന്റെ എലാസ്റ്റിക് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് എലാസ്റ്റിക്കിന്റെ വിഡ്ത്ത് എടുത്തതെന്നുള്ളത് പറയാം. ടോട്ടൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട്, അതായത് മൊത്തമായിട്ടുള്ള നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 33 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് 16.5 ഇഞ്ചാണ്. അതായത് നമുക്ക് ബാക്കിൽ മാത്രം എലാസ്റ്റിക് കൊടുത്താൽ മതി. 16.5 എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 4 ഇഞ്ച് വരെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അത് നിങ്ങൾക്ക് എത്ര ടൈറ്റ് വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. 1.5 ഇഞ്ചിന്റെ ക്യാൻവാസ് പേപ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്ന പോലെ എലാസ്റ്റിക് വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ 2 സൈഡിലും ചെയ്തെടുക്കുക. അതായത് ഫ്രണ്ട് പോർഷൻ അവിടെ തന്നെ വെക്കുക. എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് ഈ ഫ്രണ്ടിന്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് എലാസ്റ്റിക് വെച്ചിട്ട് 2 സൈഡിലായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക. ഈ 2 സൈഡിലായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈനിൽ തന്നെ വരത്തക്ക രീതിയിൽ ഒന്ന് ചെയ്താൽ കുറച്ചും കൂടി നീറ്റ് ആയിട്ടിരിക്കും കേട്ടോ.
അപ്പോൾ ഈ രീതിയിൽ വേണം ലോക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മുകളിലിരിക്കുന്ന നമ്മുടെ എക്സ്ട്രാ വരുന്ന അതായത് വേസ്റ്റ് ബാൻഡിന് വരുന്ന പീസിന് ഇതേപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കി 3 സൈഡും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് കുറച്ചൊരു പണിയുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലാസ്റ്റിക് ഇങ്ങനെ ചുരുങ്ങി വരുമ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയിട്ട് അത് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് പാന്റിന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഫ്രണ്ടിൽ നമ്മൾ ബാൻഡാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ, എന്നിട്ടും നല്ല രീതിയിൽ ഫിനിഷിങ്ങോട് കൂടിയിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് പാന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ട് ഇതേപോലെ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് പാന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.